നമസ്കാരം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2014 ആണ്ടിൽ ഇക്കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് പല കാര്യങ്ങളും കഴിഞ്ഞ വർഷം ഏറ്റെടുത്തതും ഈ വർഷം ആദ്യമായിട്ട് ഏറ്റെടുക്കാനും ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങൾ ജൂൺ മാസം മുതൽ ഫലപ്രാപ്തിയിലെത്തിക്കുവാനും പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തികമായ നേട്ടം കൈവരുവാനും സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരുന്നത് വഴി സമാധാനമുണ്ടാകും. അഥവാ കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനോ ഉദ്യോഗ മാറ്റം ഉണ്ടാകുവാനോ യോഗമുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കും. ഒരു പക്ഷേ ഉപരിപഠനത്തിന് വിദേശത്ത് പോയി പഠിക്കുവാനുള്ള സാഹചര്യവും അതിനുള്ള സാമ്പത്തികമായ നേട്ടവും ഉണ്ടാകുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയ ആശയം അഥവാ അനുബന്ധ വ്യാപാരം അവലംബിക്കുവാനും ഈ വർഷം സാധിക്കും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യം അനുഭവപ്പെടുവാനിടയുണ്ട്. പദ്ധതി സമർപ്പണം, പരീക്ഷ, ഇന്റർവ്യൂ, സന്ധി സംഭാഷണം മുതലായവയിലൊക്കെ തന്നെ കൃത്യതയോടുകൂടി വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകുവാനിടയുണ്ട്. ജീവിത നിലവാരം വർദ്ധിച്ചതിനാൽ നിലവിലുള്ളതിനേക്കാൾ സൗകര്യമുള്ള ഗൃഹം വാങ്ങി ആഗസ്റ്റ് മാസം മുതൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനും അവസരം ഉണ്ടായിത്തീരും. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് വഴി സമാധാന അന്തരീക്ഷം സംജാതമാകും. ശുഭാപ്തി വിശ്വാസം, കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം എന്നിവ വർദ്ധിക്കുവാനിടയുണ്ട്. ഏറ്റെടുത്ത ദൗത്യം കൃത്യതയോടുകൂടി പൂർത്തീകരിക്കുന്നത് വഴി പുതിയ ചില കർമ്മ പദ്ധതികൾ കൂടി ഏറ്റെടുക്കുവാനും ഏതു കാര്യവും നിഷ്പ്രയാസം ചെയ്തു തീർക്കുവാനും സാധിക്കും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ വേണ്ട വിധത്തിൽ പരിഹരിച്ച് പൂർണ്ണതയോടുകൂടി ഏതൊരു കാര്യവും അനുഭവപ്രാപ്തിയിൽ എത്തിക്കുവാൻ സാധിക്കുന്നത് വഴി സമാധാനം, സ്വസ്ഥത എന്നിവ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2014 ആണ്ടിലെ അനുഭവ ഫലങ്ങളാണ് പറഞ്ഞത്.